ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എണീച്ചുള്ളൂ കേട്ടോ. എണീച്ചൊന്ന് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ബാത്റൂമിൽ പോയതാണ് കേട്ടോ. ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കാണുന്നതാണ് ബാത്റൂം ഉണ്ടല്ലേ. ഇതൊരു ഗ്രാമം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാത്റൂമിൽ വന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ കോട വന്നിരിക്കണേ കേട്ടോ. ആ വീടൊക്കെ നല്ല അടിപൊളി ഫ്രെയിമാണ് കേട്ടോ. ഫോട്ടോഗ്രാഫിക്ക് അടിപൊളിയായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ കോട വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ താമസിച്ചത് ഈ കാണുന്ന ബേക്കറിയില്ലേ, ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ കിടക്കണേണ്. ഇതിൽ 2 സ്റ്റാഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ വന്നുവയ്ക്ക് അവരെയാണ് ഇൻവൈറ്റ് ചെയ്തത്. നമ്മളെ ഒരു ബീഹാറിലുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ നീച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ പരിചയപ്പെടുത്തി തരാം. ഈ റൂട്ടാണ് നമ്മൾ നേരെ പോണ ഇറ്റാനഗർ 0. ഒരു ടേണിങ് ആണ്, ഒരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റാനഗറും, ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 0 പോകട്ടോ. അപ്പോൾ ആ ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കോട പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അങ്ങാടേക്ക് ഉണ്ടല്ലേ. പിന്നെ ഈ കാണാൻ ഒരു കൃഷിപ്പാടങ്ങളൊക്കെ ഉണ്ടാ, ഒന്നുമില്ല ഇപ്പം. എല്ലാം ഒരു വിളവെടുത്ത് പോയേക്കണേ കേട്ടോ. അവിടെയൊക്കെ ചെറിയ ചെറിയ ഹട്ടുകൾ കാണാനല്ലേ, അതൊക്കെ കൃഷിക്കാരൻ്റെ ഹട്ടുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാറിങ്ങാണ് കേട്ടോ. ഹായ് ഭയ്യ, आपका नाम क्या है भैया? मिलेश दुबे। अच्छा, आप कहाँ से हो? बिहार प्रॉपर छपरा डिस्ट्रिक्ट है ना? अच्छा, यहाँ में कितना साल होगा भैया? यहाँ पे तो अभी आए हैं। अभी आया ना? अच्छा, पहले तो मुंबई में? मुंबई। अच्छा, कैसे यहाँ का मौसम वगैरह? ആള് തണുത്ത് വിറച്ചിരിക്കുന്നുണ്ടാ. അപ്പോൾ അതെ ഇവിടെയൊക്കെ ഫുള്ള് ഫോഗാണ്, ഇങ്ങനെ കോട വന്നിരിക്കുന്നതാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകണേട്ടാ കാണാൻ വേണ്ടി. ഇപ്പോൾ അവിടെ വെയിൽ വന്നേക്കണോണ്ട് പിന്നെയും കുഴപ്പമില്ല. कल तो बहुत ठंड हो गया ना रात में? हाँ, रात में बहुत ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിലുണ്ട് കേട്ടോ കോട. ഭയ്യോടെ ഇപ്പം ഉണ്ട്. എനിക്ക് ഫുള്ള് ഫോഗാണ് കേട്ടോ. ഇതിപ്പോൾ അങ്ങാട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. പിന്നെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം. ഞാൻ പറഞ്ഞില്ലേ, ഈ റൂട്ട് നേരെ ഇറ്റാനഗറൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഒരുപാട് വണ്ടികൾ അങ്ങാടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി ഈ ഒരു ലൊക്കേഷൻ. ഓക്കെ ഭയ്യ, നമ്മൾ ഇതിലൊക്കെ ഇടുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഈ കടയുടെ ഉള്ളിലാണ് ഉണ്ടല്ലേ. ഇതൊരു കേക്ക് ഉണ്ടാക്കണ കടയാണ് കേട്ടോ. भैया ये पूरा आप लोग बना लिया ना, ये केक ब्रेड वगैरह? अच्छा, पूरा ये हमें बना लिया? अच्छा, आप बनाएगा और? अच्छा, आप दोनों बनाएगा ना? अच्छा, घंटे बंदा काटा കണ്ടില്ലേ. GM ബേക്കറി എന്നാണ്ട് പേര്. പക്കേക്കേസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് GM ബേക്കറി കേട്ടോ. അങ്ങനെ നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. അപ്പോൾ ദേ നോക്കിയേ, ഇവിടെ ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രൈമറി സ്കൂളാണ് കേട്ടോ, അപ്പർ പ്രൈമറി സ്കൂളാണ്. അപ്പോൾ ഇന്ന് അവധിയാണല്ലോ, ഇന്ന് ശനിയാഴ്ചയാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് കഴിഞ്ഞ് പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തേക്ക്, ന്യൂ ഇയർ കഴിഞ്ഞിട്ട് പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ക്രിസ്മസും കഴിഞ്ഞിട്ടാ. അതുകൊണ്ടല്ലേ ചെറിയ ചെറിയ വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഗ്രാമത്തിൽ. എനിക്ക് തോന്നുന്നു നമ്മളിനി അങ്ങനെ കയറി വേണം പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തോ ഉറക്കമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തായാലും സൈക്കിൾ നമ്മൾ തള്ളിയാണ്ടാണ് പോണത്. അപ്പോൾ ആ ഒരു അറ്റത്തു നിന്നാണ് നമ്മൾ വന്നേട്ടാ. കണ്ടില്ലേ, അവിടെ നിന്ന് വണ്ടിയൊക്കെ വന്നുണ്ട്. രാവിലെ ഫുള്ള് കോടയായിരുന്നു കേട്ടോ. നിങ്ങൾ ഇവിടുത്തെ ഈ വീഡിയോ ആണ് കണ്ടത്. അപ്പോൾ ഇപ്പോൾ ഫുള്ള് വെയിൽ വന്നിട്ട് കോട എല്ലാം പോയി. അപ്പോൾ നമ്മൾ പയ്യെ തള്ളിയാണ്ടാണ് പോണത്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കാണ്ട്. കണ്ടില്ലേ भैया, आप कैसे हो? आप कहाँ से हो? हाँ, मैं ठीक हूँ। अच्छा, ये पके कैसन है ना? पके कैसन है ना? अब कहाँ जाएगा? इटानगर है ना? अच्छा, ओके, थैंक यू भैया, मिलने के लिए अच्छा है. ओके भैया, बाय. നമ്മളെ ഫോണൊക്കെണ്ടാ. ഓക്കെ, അപ്പോൾ ആൾ വണ്ടി നിർത്തി നമ്മൾ സംസാരിച്ചാണ്. നമ്മളിപ്പോൾ ഉള്ളത് പക്കേക്കസൻ എന്ന് പറഞ്ഞ വില്ലേജാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇറ്റാനഗർ പോണ റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടാണ് കയറി പോകേണ്ടത് കേട്ടോ. ടീക്കേ ഭയ്യ, സേഫ് റൈഡ്. ഓക്കെ, പാവട്ടാ. അല്ലെങ്കിൽ ഫോണില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളതുകൊണ്ടൊരു വീഡിയോ എടുത്തേണ്ട. അങ്ങനെ കയറി ആ ഒരു കയറ്റത്തിലെത്തിയേട്ടാ. നമ്മൾ അവിടെ നിന്നാണ് വീഡിയോ എടുത്തത്. അടി കൂടെ ബൈക്ക് പോകണ്ട കേട്ടോ. ഒരെണ്ണം ഉണ്ടല്ലേ, ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഗ്രാമത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. അവിടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കയറിയാണ് വന്നത്. ഇത് ചെറിയൊരു കയറ്റമാണ്, നമുക്ക് ചവിട്ടി പോകാവുന്നുള്ളൂ. പക്ഷേ എൻ്റെ സൈക്കിളിൻ്റെ ഇത് ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചെയിനൊക്കെ ഒന്ന് ഓയിലിടാണ്ട് കേട്ടോ. ഭയങ്കര ഇതായിട്ടിരിക്കുന്നത്, ടൈറ്റായിട്ടിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ എന്തോ ബെയറിങ്ങിനൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
വലിയൊരു വണ്ടികളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ പോണേക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഒരു സ്ഥലം കിട്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഞാൻ മാഗി ഉണ്ടാക്കിയേക്കണം കേട്ടോ. അതല്ലേ മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കവറൊക്കെ നമ്മളൊരു കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കവറെടുക്കും നമ്മൾ ഇവിടെ ഒന്നും കളയാനില്ല. ഇതൊക്കെ വേറെ ആൾക്കാർ വന്ന് അവരിട്ടിട്ട് പോയതാണ് ഈ കുപ്പിയും ഈ പാട്ട ഈ സാധനങ്ങളൊക്കെ കേട്ടോ, ഈ പേപ്പറും കാര്യങ്ങളും. അതുപോലെ തന്നെ ലൊക്കേഷൻ നോക്കിയാൽ നല്ല കിടിലം വ്യൂവിൻ്റെ അവിടെയാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അടിയിലൊക്കെ എന്തോ വീടും കാര്യങ്ങളും കാണിക്കാണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനി ആ റൂട്ടാണോ പോകണത് ഇല്ലേ. ഇതാണ് റൂട്ട്. ഇവിടെ ആരൊക്കെയോ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാ. അപ്പോൾ നമ്മൾ സൈക്കിളെല്ലാം പാക്ക് ചെയ്ത്. അതുപോലെ തന്നെ ഈ കാണുന്നത് വേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഇടാനുള്ള കാരണം ഇവിടെ ഇട്ടേനാ കാരണം നമ്മൾ ടൂറിസ്റ്റ് നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടം വരെ വന്നിട്ട് നമ്മളൊരു നാട്ടിൽ ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല. അതുപോലെ തന്നെ നമ്മൾ എവിടെയും അങ്ങനെ വേസ്റ്റ് കളയരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ കാണുന്ന വേസ്റ്റൊക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പോൾ ഒരു ഫാമിലി കാറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിട്ടതാണ് കേട്ടോ, അവരിട്ടിട്ട് പോയതാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അവർ അവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതേപോലെ വന്നിട്ടുണ്ട്. കാരണം ഇതൊരു വ്യൂ പോയിൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും നമുക്ക് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മളെ പോകുന്ന റൂട്ടാണ് കേട്ടോ. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെയും തണലുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാത്തടത്തൊക്കെ നല്ല രീതിയിൽ വെയിലും ഉണ്ട് കേട്ടോ. പോണോ ഇല്ലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ വീടുകൾ മാത്രമേ ഉള്ളൂ ഈ റൂട്ടിൽ. ഈ വീടൊക്കെ പണിതേക്കണ കാണാൻ വേണ്ടി അടിപൊളിയല്ലേ. പിന്നെ അതേ ബാത്റൂം ഉണ്ടാക്കാണ് ഈ വീടിൻ്റെ തന്നെ കേട്ടോ. ഇവിടെ കൂടുതലും കൃഷിക്കാരാണ് കേട്ടോ. ഇവിടെ റബ്ബർ കൃഷി, അതുപോലെ തന്നെ നെൽകൃഷി, അങ്ങനെ സബ്ജി കാര്യങ്ങൾ, പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. ഏകദേശം 1:30-2 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴാണ് കേട്ടോ കാലാവസ്ഥ ഈ ഒരു രീതിയിൽ. കാരണം ഇപ്പം ജനുവരി അല്ലേ, ജനുവരിയിൽ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പാണ്. നമ്മൾ ഇനി മേളിലേക്ക് കയറിയാൽ അതിന് കൂടുതൽ തണുപ്പാണ്. തവാങ്ങിലൊക്കെ എന്തായാലും മഞ്ഞുണ്ടാവും കേട്ടോ. തവാങ്, ബുംല, പിന്നെ സെലാപ്പാസൊക്കെ പോയിക്കാൻ എന്തായാലും മഞ്ഞ് കിട്ടും നമുക്ക്. आदमी को फोर्स नहीं करता ना, किसको? उसका कारण से आप लोग भूखा भी रह सकता है। मेरा कहने का मतलब नहीं, आदमी लोग तो हर तो बात करके जाया गया आज तो बहुत देखा मैं, कल भी देखा, हर दिन देखा. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാ. നല്ല ചോറും ചിക്കൻ കറിയും. ഹായ് भैया, कैसे हो आप? चाय पीते चाय ठंडा है ना. आपका नाम क्या बोला भैया? रोहित रोहित है ना. थैंक यू भैया. ये जगह का नाम क्या है भैया? ये सगाली है ना. सगाली तो डिस्ट्रिक्ट है. नहीं, पापुमपारा डिस्ट्रिक्ट है. सगाली पापू वाली है ना. हाँ, तो पापू वाली है ना डिस्ट्रिक्ट का नाम. नहीं, पाकी कैसे? मेरा पाकी के संग डिस्ट्रिक्ट ना. हाँ, विलेज है, वियो सर्कल है पापू वाली है ना. तो अच्छा जगह है. गूगल में भी सर्च करने से मिल जाएगा. जगह तो बहुत अच्छा है. जगह सुंदर है. एक दिन मैं वहाँ में टेंट लगा के बैठ लिया. टूरिस्ट प्लेस अभी तक नहीं बनाया ना, बनाएगा. बट तो वहाँ बैठे तो वहाँ बैठ सकते. എന്തോരം സാധനങ്ങളാണ് പടച്ചോനെ. ഞാൻ ഇതൊക്കെ എങ്ങനെ എടുത്ത് വെക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. പുള്ളിയുടെ സ്നേഹം കേട്ടാ, പാവം. അരുണാചലിലെ ആൾക്കാരുടെ സ്നേഹം കേട്ടോ, അത് വേറെ തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് സകാലി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണിലാട്ടാ. അപ്പം നമ്മൾക്കിന്ന് താമസിക്കുന്ന സൗകര്യം കിട്ടി. പിന്നെ അതുപോലെ നമ്മളെ രജിത് ബ്രോ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെ മീറ്റ് ചെയ്യണം. അപ്പോൾ അവനാണ് ഇവിടെ ഒരു പള്ളിയിൽ സെറ്റാക്കിയത് കേട്ടോ. പള്ളി ആ ഒരു ഡോൺ ബോസ്കോ സ്കൂളോ ചർച്ചോ എന്തോ ആണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഇതാണ് സകാലി എന്ന് പറഞ്ഞ ടൗൺ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണത്. ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി. അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുകുത്തി അല്ലേ. എന്താണ് പറയാനുള്ളത്? നല്ലതാണ് ഇപ്പം കേട്ടോ. ഇതാണ് കേട്ടോ ഡോൺ ബോസ്കോ സ്കൂളാണിത്. എന്തേ തണുത്ത് പറിച്ചിരിക്കാനാണോ? ജാക്കറ്റ് ഇട്ടില്ല ഈ ആളൊന്ന് കണ്ടിട്ട് വേണമെങ്കിൽ പോ, അല്ലെങ്കിൽ കാണേണ്ട ആളാ. അങ്ങനെ ആ റൂമെല്ലാം സെറ്റായി. ഞങ്ങളത് ഫുഡ് അടിയാണ്ട ചോറ്, പരിപ്പ്, ചിക്കൻ. ഇതേ ശരിക്കും എൻ്റെ കൂടെ വന്നപ്പോൾ ഭയങ്കര ഭാഗ്യം ഉണ്ടാ.
ഞാൻ സത്യം പറഞ്ഞ എന്റെ വീഡിയോ കാണുമ്പോ ഭയങ്കര ഇത് അനുഭവപ്പെടാറുണ്ട് കേട്ടാ. ആള് ഞാൻ നിന്റെ കൂടെ വന്നോണ്ട് അതാണ് ഞാൻ ഇനി കുറച്ച് ദിവസം അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പൊ സെറ്റ്.